കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണം കൊള്ളയടിക്കപ്പെടുന്നുവെന്ന് പി.വി. അൻവർ എം.എൽ.എ. സഹകരണ സംഘം മനുഷ്യരെ സഹായിക്കാനുണ്ടാക്കിയതാണ്. CPM അതിനെ കുത്തകവൽക്കരിക്കുന്നു. സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. കട്ടപ്പനയിൽ മരിച്ച വ്യാപാരി സാബുവിന്റെ വീട്ടിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ. അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും ഈ സർക്കാർ എടുക്കില്ലെന്ന് പി.വി. അൻവർ എം.എൽ.എ. കൂട്ടിച്ചേർത്തു. പണം നിക്ഷേപിച്ചാൽ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പണം തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന വാദം പാർട്ടി ഇവിടെ CPM ഉയർത്തുകയാണെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ 50% ഇമ്മീഡിയറ്റ് ആയിട്ട് ലോൺ കൊടുക്കാനുള്ള ഫെസിലിറ്റിയിലുണ്ട്. ഇവര് ആകെ ചികിത്സയ്ക്ക് ചോദിച്ച 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ കൊടുക്കാതെ സാബു എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ച് ആക്രമിച്ച് മരണത്തിലേക്ക് തള്ളിയിടുക. മക്കളോട് പറയാണ്, നമ്മൾ പെട്ടുപോയി മക്കളെ, ഭാര്യയോട് പറഞ്ഞത്, നമ്മൾ പെട്ടുപോയി, അതൊരു സ്ഥാപനമാണ്, നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്, നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. കരുവന്നൂരിലൊക്കെ വന്ന വാർത്തകൾ ശരിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ ബോധ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ജീവിതം അന്ധകാരത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രിയപ്പെട്ട സാബു നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. ഇതിന്റെ ഭീഷണി അതോടൊപ്പമുണ്ട്. ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെ കൈകാര്യം ചെയ്യുമെന്നല്ലേ സാബു അതിൽ കേണപേക്ഷിച്ച് പറയുന്നുണ്ട്. എനിക്കങ്ങനെ അറിയില്ല, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല. ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാമെന്ന് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പറയുന്നുണ്ടല്ലോ. നേതാവിൻ്റെ പ്രതി ഞങ്ങൾക്കതൊന്നും കാണണ്ട, നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ പറയുക സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘങ്ങൾ ആളുകളെ വെച്ചിട്ടായിരുന്നു പിരിവ് നടത്തിയിരുന്നു, കാര്യങ്ങൾ നടത്തിയിരുന്നു. ആ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് CPM പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിൻ്റെ മരണം. അല്ല, CPM തള്ളിപ്പറയില്ല. CPM എന്താ പറയുന്നത്, ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. നവീൻ ബാബുവിന്റെ കേസിൽ എന്തായിരുന്നു? അവസാനം വരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി?